ചൊവ്വാഴ്ച നടക്കുന്ന തെക്കൻ ജില്ലകളിലേക്കുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തെക്കൻ ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം നഗരസഭാ ഭരണം ആര് പിടിക്കും എന്നുള്ളതാണ്. അത് LDF നിലനിർത്തുമോ അല്ല BJP പിടിച്ചെടുക്കുമോ അതോ UDF നിർണായകമായ സ്വാധീനം ചെലുത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം LDFന് അവർ ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. കാരണം വളരെ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. പക്ഷെ ഒരു സംസ്ഥാന തലസ്ഥാനം എന്ന നിലയിൽ ഒരു ആഗോള പ്രശസ്തി ആവേണ്ട ഒരു തലസ്ഥാനമാണ്, കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തിൻ്റെത്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ നഗരസഭകളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം വളരെ പിറകിലാണ്. അത് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും തിരുവനന്തപുരം വളരെ പിറകിലാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയത്ത് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് LDFിൻ്റെത്. എന്ത് വില കൊടുത്തും നഗരസഭാ ഭരണം നിലനിർത്തുക, അതിന് വോട്ടിങ്ങിൽ ക്രമക്കേട് നടത്തിയാലും കള്ള വോട്ടർമാരുടെ ആരോപണമൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് വില കൊടുത്തും തങ്ങൾ നഗരസഭാ ഭരണം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നിലനിർത്തും എന്ന് തന്നെയാണ് LDF പറയുന്നത്. അതേ സമയത്ത് മറുഭാഗത്ത് BJP ആകട്ടെ ഇത്തവണ, കാരണം കഴിഞ്ഞ 2 തവണയായിട്ട് അവർക്ക് 35 കൗൺസിലർമാരാണുള്ളത്. അന്ന് നഗരസഭയിൽ 100 കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 101 വർദ്ധിച്ചിരിക്കുന്നു. ഈ സമയത്ത് എങ്ങനെയായാലും തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു പിടിവാശി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരമാണ്. അല്ലെങ്കിൽ LDF ഭരണത്തിന്റെ അഴിമതിയാണ് BJP പ്രധാനമായിട്ടും ശ്രദ്ധാബിന്ദുവാക്കുന്നത്. LDFന്റെ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നേരത്തെ തന്നെ 56 ദിവസം നീണ്ടു നിൽക്കുന്ന സമര പരിപാടികളൊക്കെ BJP നേരത്തെ കോർപ്പറേഷനിലൊക്കെ നടത്തിയിരുന്നു. അവർ പ്രധാനമായിട്ടും മുന്നും വെക്കുന്നത് ഏതാണ്ട് 20,000 കോടി രൂപയുടെ പദ്ധതിയാണ് തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയത്. പക്ഷെ അതിന്റെ ഒന്നും ഫലം ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികൾ വരെ, ആ കേന്ദ്ര പദ്ധതികളിൽ വരെ അതിന്റെ നടത്തിപ്പുകാർ കോർപ്പറേഷനാണ്. അതിനകത്ത് വ്യാപകമായ തോതിൽ അഴിമതി നടക്കുന്നു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചൺ ബിൻ അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് BJP ആരോപിക്കുന്നത്. 15.5 കോടി രൂപയുടെ കിച്ചൺ ബിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒമേഗ ഇക്കോടെക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം ഈ ഒമേഗ ഇക്കോടെക്കിന് ശുചിത്വ മിഷന്റെ അംഗീകാരമില്ല എന്ന് ശുചിത്വ മിഷൻ പരാതിപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഇതിന്റെ ചുമതല അവർ CPMന്റെ നിയന്ത്രണത്തിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ IRTCക്ക് നൽകിയായിരുന്നു. അത് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ കൈമാറുന്നത്? ഈ അധികാരം കൈമാറുന്നത് ഒരു കണ്ടീഷൻ വെച്ചാണ്. അതായത് ഈ ഒമേഗ ഇക്കോടെക്കിന് തന്നെ ഈ ടെൻഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഈ വർക്ക് കൊടുക്കണം. അങ്ങനെ ടെൻഡർ ഇല്ലാതെയാണ് നഗരസഭയുടെ കോടിക്കണക്കിന് രൂപയുടെ തുക ആർക്ക് കൊടുക്കുന്നത്? ഈ ഒമേഗ ഇക്കോടെക് എന്ന് പറയുന്ന ശുചിത്വ മിഷനിൽ പോലും അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിന് കൊടുക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തത്. ഇത് വലിയ അഴിമതിയായിട്ടാണ് BJP ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി മേഖലകളിൽ അഴിമതി നടക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു ലോബിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് 40% കൂട്ടിയിട്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. എന്നിട്ട് CPMന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് കരാർ കൊടുക്കുന്നത്. അങ്ങനെ നിർവഹണം കഴിയുന്ന സമയത്ത് ഈ 40% തുക ലാഭം അവരെന്ത് ചെയ്യാണ്? പാർട്ടി തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏത് രംഗത്തും അഴിമതിയാണ്. അവർ പറയുന്നത് ഇല്ലാത്ത കുളത്തിന് വരെ 1.5 കോടി രൂപ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നായ്ക്കളെ വന്ധ്യീകരിക്കുന്ന കാര്യത്തിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് BJP ആരോപിക്കുന്നത്. ഇങ്ങനെ നിരവധി അഴിമതിയുടെ കഥകളാണ് അവർ പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പൊ BJP പറയുന്നത് ഇവിടെ ഭരണമാറ്റം മാത്രമല്ല നടക്കാൻ പോകുന്നത്, ഭരണരീതിയിലുള്ള മാറ്റം, മനോഭാവത്തിലുള്ള മാറ്റം, ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം, അങ്ങനെ ഒരു പുതിയൊരു ഭരണ സംവിധാനം തങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വലിയ വികസിത നഗരമാക്കി മാറ്റാൻ പറ്റും. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു വാഗ്ദാനമാണ് BJP നൽകുന്നത്. തിരുവനന്തപുരത്തെ മധ്യവർഗ വോട്ടർമാരെയൊക്കെ തന്നെ ഇത് നന്നായിട്ട് ആകർഷിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്തൊരു കടുത്ത മത്സരമാണ്. അതേസമയത്ത് മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് അല്ല. കാരണം ആ കോൺഗ്രസിന് കഴിഞ്ഞ തവണ
10 സീറ്റാണ് കിട്ടിയിരുന്നത്. ഇത്തവണത്തെ 2 സീറ്റ് അവരുടെ കോർപ്പറേഷൻ പുനഃസംഘടനയിൽ പോയി കഴിഞ്ഞു. അങ്ങനെ 8 സീറ്റാണ് വാർഡുകളാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൊട്ടു മുമ്പത്തെ തവണയും ഏതാണ്ട് 20 സീറ്റാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ഒരു നിർണായക ശക്തി അല്ലാതായിരുന്നു. പക്ഷെ ഇത്തവണ പരമാവധി സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതേസമയത്ത് BJP ആരോപിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, BJP ആരോപിക്കുന്നത് CPM സഹായിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെ അതിശക്തമായ പ്രചരണം നടത്തുന്നത്. അതായത് BJP നേടുന്ന CPM വിരുദ്ധ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കുക, അങ്ങനെ ആ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അത് CPM അനുകൂലമാക്കി തീർക്കുക, അല്ലെങ്കിൽ CPM വിജയത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് BJP രഹസ്യമായിട്ട് ആരോപിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അതിശക്തമായ പോരാട്ടമാണ്. കാരണം കേരളത്തിലെ ഏത് കോർപ്പറേഷനായാലും, കേരളത്തിലെ ഏത് നിയമസഭയിലായാലും, ഏത് നഗരസഭയിലായാലും, ഏത് തദ്ദേശ ഭരണ സ്ഥാപനം, മറ്റ് പഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും അവിടെയൊന്നും കാണാത്ത അത്ര വാശിയേറിയ മത്സരമാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഫലമാണ് തിരുവനന്തപുരത്ത് വരിക എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 തവണ 35 സീറ്റ് നേടിയ തങ്ങൾ ഇത്തവണ കേവല ഭൂരിപക്ഷം നേടി തിരുവനന്തപുരത്തിന്റെ ഭരണ സാന്നിധ്യം പിടിച്ചെടുക്കും. അങ്ങനെ തിരുവനന്തപുരത്ത് BJP വരികയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കും. കാരണം കേരളം BJPക്ക് എന്നും ബാലികേറ മലയായിട്ടൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും BJP ഭരണം, തമിഴ്നാട് ഒക്കെ ഒഴികെയുള്ള ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും BJP ഭരണം വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരിക്കലും BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കുകയാണെങ്കിൽ അതൊക്കെ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയത്തിൽ അത് വലിയൊരു മാറ്റമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമാണ് നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിന് കാണുന്നത്.